നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. 2026-27 അധ്യയന വർഷത്തിൽ എഞ്ചിനീയറിംഗ്, MBBS, BDS ഉൾപ്പെടുന്ന മെഡിക്കൽ വിഭാഗം, ബിഫാം, ആർക്കിടെക്ചർ എന്നീ കോഴ്സുകളിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കീം 2026 നിർബന്ധമായും അപ്ലൈ ചെയ്തിരിക്കണം. cee.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ജനുവരി 31 വരെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം. ബന്ധപ്പെട്ട റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ ഫെബ്രുവരി 7 വരെ അപ്ലോഡ് ചെയ്യാനുള്ള സാവകാശമുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫീസ് ആനുകൂല്യത്തോടുകൂടി പഠിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം. എഞ്ചിനീയറിംഗിൻ്റെയും മെഡിക്കലിൻ്റെയും ബിഫാമിൻ്റെയും BArcൻ്റെയും ഒക്കെ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ട്യൂഷൻ ഫീസ് ഒഴിവാക്കി പഠിക്കാൻ പറ്റുന്ന വിഭാഗമാണ് 1. OEC അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റും 6 ലക്ഷത്തിൽ താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുന്ന ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടതും ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട 30 ജാതി ഉപജാതി വിഭാഗങ്ങളെയാണ് OEC വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ട്യൂഷൻ ഫീസിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ധീവര DV കാറ്റഗറി. വരുമാന പരിധിയുടെ നിർബന്ധമില്ലാതെ തന്നെ നോൺ ക്രിമിലെയർ സമർപ്പിക്കുന്ന ഏതൊരു DV വിദ്യാർത്ഥിക്കും ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. രജിസ്റ്റേർഡ് ഫിഷർമാൻമാരുടെ മക്കൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും FM എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന പ്രത്യേക ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റും CF എന്ന വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുന്ന പക്ഷം രജിസ്റ്റേർഡ് ഫിഷർമാൻമാരുടെ മക്കൾക്കും എഞ്ചിനീയറിംഗിനും മെഡിക്കലിനും ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ട്യൂഷൻ ഫീസിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഫെബ്രുവരി 7 ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള അവസരം. FM, CF എന്നീ 2 സർട്ടിഫിക്കറ്റുകളും ഈ വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്തിരിക്കണം. അതുപോലെ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്ന കുശവൻ, കുടുംബി, KU, KN കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട 2 വിഭാഗമാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗവും ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗവും. തഹസീൽദാരിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും എഞ്ചിനീയറിംഗിനും മെഡിക്കലിനും മറ്റു കോഴ്സുകൾക്കും ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് തഹസീൽദാരിൽ നിന്നുള്ള ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കും. വിദ്യാർത്ഥി ജനറൽ വിഭാഗമോ OBC വിഭാഗമോ ആകുകയും അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SC വിഭാഗത്തിലോ ST വിഭാഗത്തിലോ വരികയാണെങ്കിൽ അവർക്ക് തഹസീൽദാരിൽ നിന്നുള്ള ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും. കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി ഫെബ്രുവരി 7 ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഇനി വരുന്ന പ്രവേശന സമയത്ത് ട്യൂഷൻ ഫീസ് ഒഴിവാക്കി എഞ്ചിനീയറിംഗ് മെഡിക്കൽ മേഖലയിൽ പഠിക്കാനുള്ള വലിയ അവസരമാണ് ഈ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. OEC വിഭാഗം, ധീവര വിഭാഗം, KU വിഭാഗം, KN വിഭാഗം, അതുപോലെ തന്നെ SC വിഭാഗം, ST വിഭാഗം, ഇൻ്റർ കാസ്റ്റ് മാരേജ് കപ്പിൾസിൻ്റെ മക്കൾ, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and